महर्षिभ्यो परमर्षिभ्यः हरिः ओम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्या जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यम् आद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तम् विद्राविताशेषतमो गणेन मुद्राविशेषेण मुहुर्मुनीनां निरस्यमायां दयया विधत्ते देवो वहांस्तत्त्वमसीति बोधम् ममाद्यदेवो वटमूलवासी कृपाविशेषात्कृतसन्निधानः ओंकाररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तम् गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम् करुणापूर्णसुधाब्धे कबलितघनविश्वरूप किरणामल्या अरुणाचलपरमात्मन् अरुणो भव चित्तकञ्जसुविकासाय त्वयि अरुणाचल सर्वं भूत्वा स्थित्वा प्रलीनमेतच्चित्रम् हृद्यहमित्यात्मतया नृत्यसि भोः ते वदन्ति हृदयं नाम अहमिति कुत आयातीत्यन्विष्यान्तः प्रविष्टयात्यमलधियाम् अवगम्य स्वं रूपं शाम्यत्यरुणाचलत्वयि नदीवाब्धौ त्यक्त्वा विषयं बाह्यं रुद्धप्राणेन रुद्धमनसान्तस्त्वां ध्यायन् पश्यति योगी दीधितिम् अरुणाचलत्वयि महीयं ते त्वयि अर्पितमनसा त्वां पश्यन् सर्वं तवाकृतितयां
സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാ മജ്ജതാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ഗീത മുഴുവൻ കേട്ടിട്ട് അർജുനൻ പറഞ്ഞു, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. മോഹം പോയി, സ്മരണം തിരിച്ചു കിട്ടി, തിരിച്ചറിവ് ഉണ്ടായി. എന്തിനെയാണ് തിരിച്ചറിയണത്? ആത്മസ്വരൂപത്തിന്. മനസ്സ് എത്രയോ ജന്മമായിട്ട് പുറത്തൊക്കെ അലഞ്ഞു നടക്കണു. ഇപ്പോ ത്യക്വാ വിഷയം ബാഹ്യം, ബാഹ്യ വിഷയങ്ങളെയൊക്കെ വിട്ടിട്ട് രുദ്ധപ്രാണേന രുദ്ധമനസാ, പ്രാണനും മനസ്സും അടക്കി എന്നാണ്. പ്രാണൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള എനർജി, ഊർജം. ഇന്ദ്രിയങ്ങളിലൂടെയും ചിത്തവൃത്തികളിലൂടെയും അമിതമായ നിദ്രയിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള ഊർജത്തിന് പേരാണ് പ്രാണൻ. പ്രാണൻ എന്ന് വെച്ചാൽ ശ്വാസം മാത്രമല്ല. അപ്പൊ രുദ്ധപ്രാണീന് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്ത്, കൺസർവ് ചെയ്ത്, വിത്ഡ്രോ ചെയ്ത്, അപ്പോഴാണ് അത് സമാധി ആവണത്. യു ഹാവ് ടു പേ എവറി ബിറ്റ് ഓഫ് യുവർ സെൽഫ്. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഓരോ നൂലിഴയും എടുത്ത് അവിടെ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു നൂലിഴ മാത്രം കൊടുത്തിട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ നൂലിഴയും ഒറ്റയടിക്ക് പറ്റില്ല. പതുക്കെ 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 ഊരിയെടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. ഓരോരോ ജന്മങ്ങളിലൂടെയാണ് മനുഷ്യൻ ഉപരതി വരണത്. ഉപരമണം, ഉപരതി, അതാണ് ആധ്യാത്മികതയുടെ ലക്ഷണം. ഉപരതിയാണ്. ബാക്കിയൊക്കെ വഴികളാണ്. ഉപരതി കാണുമ്പോൾ അറിയും. ഉപരതി വിഡ്രോവൽ, കംപ്ലീറ്റ് ഊർജം ഹൃദയസ്ഥാനത്തിലേക്ക് പ്രവഹിക്കും. ഇങ്ങനെ പുറമേക്ക് ശിഥിലമായിട്ട് പോകുന്നില്ല, ഹൃദയത്തിലേക്ക് പ്രവഹിക്കും. അതിനുള്ള പ്രയത്നവിശേഷത്തിനെയാണ് യോഗം എന്ന് പറഞ്ഞത്. ഭഗവാൻ അതിന് ഹൃദയവിദ്യ എന്ന് പറഞ്ഞു. ത്യക്വാ വിഷയം ബാഹ്യം, ബാഹ്യ വിഷയങ്ങളെയൊക്കെ വിട്ടിട്ട് കുറച്ച് നേരമെങ്കിലും പ്രതി ദിവസം, സാധാരണ നമ്മളുടെ ലെവലിൽ പറഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ത്യക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന, ആ പ്രാണനെ മുഴുവൻ പുറമേക്ക് പോകാതെ നിരോധനം ചെയ്ത്, അപ്പോഴാണ് മനസ്സ് പ്രസന്നമാവുക. ബാഹ്യേ നിരുദ്ധേ മനസഃ പ്രസന്നത, മനഃപ്രസാദേ പരമാത്മദർശനം, തസ്മിൻ സുദൃഷ്ടേ ഭവബന്ധനാശഃ, ബഹിർനിരോധഃ പദവി വിമുക്തേഃ. മുക്തിക്കുള്ള വഴി
ബഹിർനിരോധമാണ്. ഇത് പതുക്കെ പതുക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ശനൈഹി ശനൈഹി, ധൃതി കൂട്ടരുതല്ല. നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് വളരെ വളരെ ആദ്യത്തെ സ്റ്റേറ്റ് എന്താ, നമ്മളെ തന്നെ കാണുന്നു. എത്ര ശിഥിലമായിട്ടിരിക്കണമെന്ന് കാണണം, എത്ര വിക്ഷിപ്തമായിട്ടിരിക്കണു. കണ്ണുകൊണ്ട് എത്ര വിക്ഷിപ്തം, ചെവി കൊണ്ട് എത്ര വിക്ഷിപ്തം, സർവേന്ദ്രിയങ്ങളിലൂടെയും വിക്ഷിപ്തം. ആ വിക്ഷിപ്തമായ ഊർജത്തിനെ ഒരു മഹത് പ്രയത്നം കൊണ്ട്, പൗരുഷം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ എവറസ്റ്റിൽ കയറുന്ന പൗരുഷമോ സ്പേസിൽ പോണ പൗരുഷമോ അതൊന്നും അധ്യാത്മത്തിന് വേണ്ട. ഇവിടെ ആവശ്യമായ പൗരുഷം ആഗ്രഹങ്ങൾ വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ശക്തിയാണത്, വിഡ്രോവൽ. ആ പൗരുഷം കൊണ്ട് രുദ്ധമനസാ, മനസ്സിനെ നിരോധം ചെയ്തു. പ്രാണനും മനസ്സും ഒക്കെ ഒന്ന് തന്നെ ഒരു സ്റ്റേജിൽ. ധ്യായൻ പശ്യതി യോഗി, അപ്പോഴാണ് ധ്യാനം വാസ്തവത്തിൽ ഉണ്ടാവണത്. ശങ്കരാചാര്യർ യോഗതാരാവലിയിൽ പറയുന്നുണ്ട്, ഒരു ഉപായം പറഞ്ഞു തരാം എന്നാണ് ചിത്തനിഗ്രഹത്തിന്. ഉപായമേകം തവ നിർദ്ദിശാമ. എന്താണ് ഉപായം എന്ന് വെച്ചാൽ, പശ്യന് ഉദാസീനതയാ ച വിശ്വം സങ്കല്പമുന്മൂലയ സാവധാന. ഈ കാണുന്ന വിശ്വം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, അവിടെ ഒരു അലൗകികമായ ഉദാസീന ഭാവം ഉണ്ടാക്കിയെടുക്കാം. ഒട്ടലിലായവ, നിസ്സംഗത, അങ്ങനെ ഉള്ളിൽ സങ്കല്പത്തിനെ ഉന്മൂലനം ചെയ്യാം, വേര് പറിച്ചെടുത്ത് കളയും. അങ്ങനെ വിഡ്രോ ചെയ്ത് ചിത്തത്തിനെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നിൽ വിളങ്ങുന്ന ചിത്തിനെ, ചൈതന്യത്തിനെ സ്മരിക്കുന്നു, എന്നുവെച്ചാൽ ധ്യാനിക്കുന്നു. ശുദ്ധ ബോധസ്വഭാവ, പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധ ബോധസ്വഭാവ. പ്രകൃതി അവിദ്യ. നമ്മൾ ഉറക്കത്തിൽ, നിദ്രയിൽ അനുഭവിക്കുന്നത് വെറും പ്രകൃതിയാണ്. ജാഗ്രതത്തിൽ സ്വപ്നത്തിലൊക്കെ വികൃതിയാണ്. നമ്മൾ പറയും വികൃതി കാണിക്കരുതെന്ന് പറയുമല്ലോ അല്ലേ. അതായത് ആ മൂലത്തിൽ നിന്നും വേണ്ടാത്തതൊക്കെ പൊന്തി വരാം. ഇത് രണ്ടുമല്ല. നിദ്രാന വിദ്യ, ഗ്രഹണം ന വിദ്യ, ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ. നിദ്ര പദാർത്ഥഗ്രഹണേതരാ സ്യാത്, ചിദേവ വിദ്യ വിലസന്തി അശൂന്യ സദർശം. മുമ്പ് പറഞ്ഞതാണ് ഇവിടെ. ഈ ആത്മാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഉറക്കം പോലൊരു അവസ്ഥയാണോ? അല്ല, നിദ്രയല്ല, അറിയായ്മയല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിനെ അറിയലാണോ? ഗ്രഹണം എന്ന് വെച്ചാൽ അതാണ്, അറിയുക. ഗ്രഹണം ന വിദ്യ, നകിഞ്ചിത് ഗൃഹാതി, ഒന്നും അറിയുന്നില്ല, ഉറങ്ങുന്നുമില്ല. പിന്നെന്താ? വളരെ അലേർട്ടാണ്, നിശ്ചലമാണ്, സ്റ്റില്ലാണ്.
ചിദേവ വിദ്യ, ചിദേവ വിദ്യ. ആ ചിത്ത് മാത്രമേ ഉള്ളൂ എന്നാണ്. ശുദ്ധ ചൈതന്യം, ബോധം, കോൺഷ്യസ്നസ്, അത് മാത്രം പ്രകാശിക്കുന്നു. അത് അശൂന്യം, അത് ശൂന്യമല്ല. അശൂന്യം ശൂന്യകൽപ്പിതം. അത് അശൂന്യത്തിനെയാണ് ശൂന്യമെന്ന് ആളുകൾ ധരിക്കുന്നത്. അത് പൂർണ്ണം. ആ പൂർണ്ണമായ സത്യത്തിൻ്റെ സ്മരണ ഉണ്ടാകുമ്പോൾ, അതിനെ ഓർക്കുമ്പോൾ, അല്പമായ ഈ ഇൻഡിവിജ്വൽ സെൻസ്, ജീവഭാവം, അഹങ്കാരം, അത് ഉണ്മയല്ലാത്തത് കൊണ്ട് മറഞ്ഞുപോയി എന്ന് വെച്ചാലോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തീർന്നു, വാസ്തവമല്ലാതായിട്ട് തീർന്നു. അഹങ്കാരം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ധരിക്കുകയാണ്. പ്രകൃതിയിലെ എത്രയോ ശക്തികൾ അഹങ്കാരമില്ലാതെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും വായുവും, പ്രകൃതി ശക്തികളൊക്കെ തന്നെ അഹങ്കാരമില്ലാതെ. നമ്മളിലും അഹങ്കാരത്തിന് എത്ര കണ്ട് പ്രവൃത്തി അറിയും അല്ലേ? ഇപ്പോൾ നമ്മളുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണു അഹങ്കാരത്തിന് അറിയുമോ? ഒരു പേന എടുത്തൊരു കവിത എഴുതിയ അഹങ്കാരം പറയും ഞാനാണ് എഴുതിയതെന്ന് പറയും. വളരെ സ്ഥൂലമായ അല്പം കാര്യത്തിന് മാത്രമേ ഈ അഹങ്കാരം അറിഞ്ഞ് ഞാൻ ചെയ്തു എന്ന് പറയണുള്ളൂ. രക്തം ഓടുന്നുണ്ട് ശരീരത്തിൽ, അഹങ്കാരത്തിന് അറിയില്ല. നാടി പിടിക്കുന്നുണ്ട്, അഹങ്കാരത്തിന് അറിയില്ല. ശ്വാസപ്രശ്വാസം നടക്കുന്നുണ്ട്, അഹങ്കാരത്തിന് അറിയില്ല. തലമുടി വളരുന്നുണ്ട്, അഹങ്കാരത്തിന് അറിയില്ല. ഹൃദയം മിടിക്കുന്നുണ്ട്, അഹങ്കാരത്തിന് അറിയില്ല. എങ്ങനെയാണ് ഉറക്കം വരണമെന്നറിയില്ല, എങ്ങനെ ഉണരണമെന്നറിയില്ല. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത. വിശപ്പ് എങ്ങനെ വരണു നമുക്കറിയില്ല. വിശപ്പ് വരണു. ഏകാദശിയാണെന്ന് ഇന്ന് നോക്കി നല്ല വിശപ്പുണ്ടാവും. നാളെ ദ്വാദശി രാവിലെ ആഹാരം കഴിക്കണം, വിശപ്പില്ല. ശിവരാത്രി ദിവസം 7 മണിക്കേ ഉറക്കം വരും. നിദ്ര അല്ലേ? അപ്പോൾ അത് അഹങ്കാരത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. അപ്പോൾ ഈ അഹങ്കാരം ഉണ്ടെങ്കിലേ പ്രവൃത്തി നടക്കുള്ളൂ എന്നുള്ളതൊരു ഭ്രമമാണ്. ഈ അഹങ്കാരത്തിന് വാസ്തവമായ അറിവ് വരുമ്പോൾ, തത്വജ്ഞാനം വരുമ്പോൾ, ഈ അഹങ്കാരം വെറും ഒരു ചിതാഭാസൻ എന്നാണ് പറയുന്നത്. അത് ചിത്തിൻ്റെ ഒരു അബറേഷൻ, ഒരു തോന്നലാണ്, ഒരു റിഫ്ലക്ഷനാണ്. അത് ചിത്തിനെ അറിയുമ്പോൾ മറഞ്ഞു പോകും. ഇതാണ് അരുണാചലം എന അഹമേ നിനൈപ്പവർ അഹത്തൈ വേററുപ്പായി അരുണാചല എന്നുള്ളതിൻ്റെ ഉൾക്കരുത്ത്. അരുണാചലം ആത്മാവാണ് എന്ന് ഭഗവാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഹൃദി അഹമിതി നൃത്യസിഭോഹോ തേ വദന്തി ഹൃദയം നാമ. ഹൃദയത്തിൽ ഞാനെന്ന് പ്രകാശിക്കുന്നതായ നൃത്യസി എന്ന് വെച്ചാൽ പ്രകാശത്തെ സ്ഫുരതി എന്നർത്ഥം പറയണം. അങ്ങനെ ജ്വലിക്കുന്ന ആത്മാവ് അരുണാചലമാണ് എന്നറിയുമ്പോൾ അഹത്തൈ വേററുപ്പായി അരുണാചല. ഈ ജീവഭാവം, അഹങ്കാരം വേരറ്റുപോകുന്നു. വേരെന്താണ്? അഹങ്കാരത്തിൻ്റെ വേര് അറിയാമയാണ്, അശ്രദ്ധയാണ്. ആ അശ്രദ്ധ വിട്ടുപോകുന്നു, അറിയായ്മ വിട്ടുപോകുന്നു. അപ്പോൾ പൂർണ്ണത്വം ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ശാന്തി, നിർവാണാഖ്യാ ശാന്തി, നിർവാണരൂപമായിട്ടുള്ള ശാന്തി, മൗനം
ഹൃദയത്തിൽ പ്രകാശിക്കണു. ഇതാണ് ഭഗവാൻ ആദ്യത്തെ പാട്ടുകൊണ്ട് പറഞ്ഞത്. അരുണാചലം എന അഹമേ നിനൈപ്പവർ. അരുണാചലം എന്നുള്ള ആ നാമത്തിനെ തന്നെ ഭഗവാൻ മഹാവാക്യപ്പൊരുൾ എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മളത് പറഞ്ഞു. അരുണ എന്ന് വെച്ചാൽ തത്വമസി അരുണപുരുടാം, അചലത്ത് അർത്ഥം ഘനം അത് ആഹും എന്ന് പറഞ്ഞു. ഓരോരിക്കലും അരുണാചലത്തിനെ കാണുമ്പോൾ അരുണാചലം തത്വമസി എന്ന് ഉപദേശിക്കാത്രേ. ഈ ഉപദേശത്തിന് വേണ്ടിയാണ് അരുണാചലം അവിടെ പ്രകാശിക്കുന്നത് തന്നെ. നീ അതാകുന്നു, നീ പൂർണ്ണമാണ്, നീ ശുദ്ധ ചൈതന്യമാണ് എന്ന് പറയും. ഇതാണ് അരുണ. ഈ ഞാൻ എന്താണ് എന്നുള്ളിൽ അന്വേഷിക്കുമ്പോൾ അത് ഘനമത് ആഹും, പ്രജ്ഞാനഘനം, ശുദ്ധബോധം, ചൈതന്യം. ചലത്ത് അർത്ഥം ഘനമതുവാകും ചെവ്വാടക ആരുളിയാൽ മുക്തി നിനയ്ക്ക അരുൾ അരുണാചലം ഉന്നിടവേ. അന്തർമുഖമായി ആ സത്യത്തിനെ, ചിത്തിനെ സ്മരിക്കുമ്പോൾ ആ ക്ഷണത്തിൽ മുക്തി, സദ്യോമുക്തി. ജീവൻ മുക്തി, വിദേഹമുക്തിയൊന്നുമല്ല, സദ്യോമുക്തി. അതിനെ ആരായുമ്പോൾ തന്നെ മുക്തിസുഖത്തിനെ ഹൃദയത്തിൽ സാക്ഷാത്തായിട്ട്, അപരോക്ഷമായിട്ട്, ഇവിടെ തന്നെ, ഇപ്പം തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പ്രകാശിക്കണു. ഇതാണ് പറഞ്ഞത്. അരുണാചലം എന അഹമേ നിനൈപ്പവർ അഹത്തൈ വേററുപ്പായ് അരുണാചലം. അക്ഷരാണാം അകാരോസ്മി. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. വായി തുറക്കുമ്പോൾ തന്നെ ആ ആണല്ലോ. അതുകൊണ്ട് അക്ക ചട്ടത്ത പയ, ഇങ്ങനെയാണ് അക്ഷരങ്ങളുടെ രൂപം. അകാരത്തോടു കൂടെ തുടങ്ങുന്നു അക്ഷരമാണ്. ആ അങ്ങനെ ഇപ്പോൾ വർണ്ണമാല, ആ സ്തവം അങ്ങനെയാണല്ലോ. അതിന് എന്താ പേര് പറയാ? അദ്ഭുത വിഗ്രഹ. വർണ്ണമാല തന്നെയാണ്. അദ്ഭുത വിഗ്രഹ അമരാധീശ്വര അഗണിത ഗുണഗണ അമര ശിവ ഹര സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ. ശരിയായി. അതേ ഛന്ദസ്സാണ്, ചെറിയൊരു വ്യത്യാസം. അത് വെച്ചുകൊണ്ടാണ് എഴുതിയത്. ഇങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിൽ തൻ്റെ അനുഭവത്തിനെ അതീവ ലളിതമായി തനിക്ക് സിദ്ധിച്ച ആത്മസാക്ഷാത്കാരത്തിനെ, മുക്തിയെ, അരുണാചല സ്മരണം കൊണ്ട് സിദ്ധിച്ച മുക്തിയെ ഭഗവാൻ പ്രകാശിപ്പിച്ചു. രണ്ടാമത്തെ പാട്ടിൽ അഴക് സുന്ദരം പോൽ അഹമും നീയും ഉറ്റ അഭിന്നമായിരിപ്പോം അരുണാചലം. ഈശ്വരനിൽ നിന്ന് അന്യമായി, അഖണ്ഡത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്നതാണ് സകല ബന്ധത്തിനും മൂലകാരണം. എല്ലാ ദുഃഖത്തിനും മൂലകാരണം
ആ ഭൂമാവിൽ നിന്നും അനന്തത്തിൽ നിന്നും ഞാൻ വേർപിരിഞ്ഞ് ഒരാളായിട്ട് നിൽക്കണം. പ്രതി ദിവസം നോക്കൂ, സുഷുപ്തിയിൽ പോവും, എല്ലാ പ്രോബ്ലവും പോയി, ടെമ്പററി ആയിട്ട്. ഇതേപോലെ മരിച്ചു കഴിഞ്ഞാൽ പോയി, പ്രളയകാലത്തിൽ പോയി. ജ്ഞാനത്തിന് ആത്യന്തിക പ്രളയം എന്നാണ് പേര്. അബ്സല്യൂട്ട് ഡെലൂട്ട്, എല്ലാ പ്രശ്നങ്ങളുടെയും പ്രളയമാണ്. അഭേദമായിരുപ്പു അഭിന്നമായിരുപ്പും അരുണാചലം. അതാണ് അതിൻ്റെ സാരം. അപ്പോൾ ഭഗവാന്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, അരുണാചലേശ്വരനിൽ നിന്നും ഭിന്നമായി ഒരു ഞാൻ ഉണ്ടാവാൻ പാടില്ല. ആളുകൾ വിചാരിക്കുന്നത് അദ്വൈതം എന്ന് വെച്ചാൽ ഞാൻ ഈശ്വരനായിട്ട് തീർന്നു. അങ്ങനെയല്ല. അദ്വൈതത്തിൻ്റെ രഹസ്യം ഈശ്വരനിൽ നിന്ന് ഭിന്നമായ ഒരു ഞാൻ ഇല്ലാതായിട്ട് തീർന്നു. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി വരണം. ഈശ്വരനിൽ നിന്ന് ഭിന്നമായി ഒരു ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതായിട്ട് തീർന്നു. ഈശ്വരനേ ഉള്ളൂ, ഞാനില്ല. അപ്പോൾ ഭക്തിയുടെ പരാകാഷ്ഠയാണ് അദ്വൈതം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാനും ഉണ്ട്, ഈശ്വരനും ഉണ്ട്. ഉപനിഷത്ത് പറഞ്ഞു, ബൃഹദാരണ്യകം അന്യോസൗ അന്യോഹമസ്മീതി. അതാ അവിടെ ഇരിക്കണു ഈശ്വരൻ, ഞാൻ ഇവിടെ ഇരിക്കണു എന്ന് പറയണവൻ അജ്ഞാനിയാണ്, കൃപണനാണ്, ബന്ധത്തിൽ കിടക്കുന്നു, ദേവന്മാർക്ക് പശുവാണവൻ എന്ന്. ദേവാനാം പശു നസവേദ, അയാൾ അറിയുന്നില്ല. അപ്പോൾ അഖണ്ഡത്തിൽ നിന്നും വേർപിരിഞ്ഞ് ഞാൻ എന്നുള്ള ഒരു വ്യക്തി ഭിന്നമായിട്ട് നിൽക്കുന്നതാണ് എല്ലാ ദുഃഖത്തിനും, സാംസാരികമായ ദുഃഖത്തിനൊക്കെ മൂലകാരണം. അതിന് പരിഹാരമാണ് ഭഗവാൻ ഈ പാട്ടിൽ പറയണത്. അഭിന്നമായിരുപ്പവും അരുണാചലൻ. നമ്മൾ രണ്ടായിട്ടിരിക്കണ്ട, ഭിന്നമല്ലാതെ ഇരിക്കാം, വേറെ അല്ലാതെ ഇരിക്കാം, ഒന്നായിട്ടിരിക്കാം, ചൈതന്യമാത്രമായിട്ട്. എങ്ങനെ ഇരിക്കാൻ പറ്റും? ഈശജീവയോഹ് വേഷധീഭിത സത്സ്വഭാവതഃ വസ്തു കേവലം. ഉപദേശസാരം. ഈശ്വരനും ജീവനും ഉപാധി വേറെ വേറെയാണ്, പക്ഷെ സത് സ്വഭാവം, ഇരുപ്പ്, ഉണർവ്. இருக்கும் இயற்கையால் ஈச ஜீவர்கள் ஒரு பொருளையாவரும் தீப்பற. ഇതാണ് അതിൻ്റെ തമിഴ്. இருக்கும் ഇയർക്കയാൽ, ഇരുപ്പ് ഉണ്ട് എന്നുള്ള അനുഭവം. നമ്മളൊരു ഇരുട്ട് റൂമിലിരുന്നാൽ പോലും ഞാനുണ്ട് എന്ന് ആ സത്കല, ലൈറ്റ് ഓഫ് എക്സിസ്റ്റൻസ്, സത്തിൻ്റെ വെളിച്ചം, അനുഭവം, കേവലാനുഭവസ്വരൂപമായ ഇരുപ്പ്, അത് ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോഴും അഹമസ്മി എന്ന അനുഭവം, ഞാനുണ്ട് എന്ന അനുഭവം, ഞാൻ എന്ന ശുദ്ധ ബോധത്തിൻ്റെ അനുഭവം സുവ്യക്തമായിട്ട് ഉണ്ട്. ഇതാണ് സത്കല. ഇത് ഈശ്വരനിലും ഇത് തന്നെയാണ്, എന്നിലും ഇത് തന്നെയാണ്, മരത്തിലും ഇത് തന്നെയാണ്, നായിലും ഇത് തന്നെയാണ്, പുഴുവിലും ഇത് തന്നെയാണ്.
ഭൂമിയുടെ ഉള്ളിലും ഇത് തന്നെയാണ്. വായു, ആകാശം എല്ലായിടത്തും. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ഈ സത്കലയെ ഞാനൊന്ന് തൊടുമ്പോൾ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ അധിഷ്ഠാനമായിട്ടുള്ള സത്കലയെ ഞാൻ തൊട്ടു. ഒരു പൊരുളേ ആവൻ ഇരുക്കും ഇയற்கைയാൽ ആ ഉള്ള ഇരുപ്പ് മാത്രം ഗ്രഹിക്കുമ്പോൾ ഈശ്വരന് വേറെ ഒരു ഇരുപ്പ്, എനിക്ക് വേറെ ഇരുപ്പൊന്നുമില്ല. പിന്നെ ഞാനൊരു അല്പജീവൻ, അദ്ദേഹം ഈശ്വരൻ എന്നൊക്കെ ഭാവനയല്ലേ, ഞാനേ ഇല്ലല്ലോ. ആദ്യമേ നിരൂപണം ചെയ്തു, ഞാൻ എന്നുള്ള ചൊല്ലിനൊരു പൊരുളേ ഇല്ല, ഉള്ളത് ആ സത്തയാണ്. സത്യം പരം ധീമഹി. അപ്പൊ ആ സത്യം എന്നുള്ള ആ അംശത്തിനെ അതുമാത്രമാണ് അനുഭവം, ബാക്കിയുള്ളതൊക്കെ വെറും പ്രതീതിയാണ്. അപ്പോൾ അഭിന്നമായിരിപ്പോ അരുണാചല എന്ന് പറയണതും രണ്ടുപേരും ചേർന്ന് അഭിന്നമാവൽ ഒരു പരിപാടിയില്ല. ഇതും അപഗതം, ഇതും അപഗതം. ഈശസ്യ ഈശത്വം അപഗതം, ജീവസ്യ ജീവത്വം അപഗതം. കേവലം ചിദേവ അസ്തി പ്രകാശത്തെ. സുഷുപ്തിയിൽ പ്രതിദിനം നിർവിശേഷമായ സത്തയായിട്ട്, അൺകണ്ടീഷൻഡ് എക്സിസ്റ്റൻസ് ആയിട്ട് കുറച്ചു നേരം ഇരിക്കണം. ആ സത്ത സർവത്തിനും സാമാന്യമാണത്. അതാണ് സത്താസാമാന്യ ദർശനം. ആ സത്ത പ്രപഞ്ചത്തിന് മുഴുവൻ ഫണ്ടമെൻ്റൽ സ്റ്റഫാണത്. അതിലാണ് ഈശ്വരൻ്റെ ഈശ്വരത്വം, ജീവന്റെ ജീവത്വം, സകല ജന്തുരാശികളുടെയും നാമരൂപ പ്രകടനമൊക്കെ തന്നെ ആ സ്വർണത്തിൻ്റെ മേലെയാണ്. പിന്നെ ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന പേരോ അഴക് സുന്ദരം പോലെയാണെന്ന് പറഞ്ഞു. മനസ്സിലായോ എന്നറിയില്ല. അഴക് എന്നുള്ളത് തമിഴാണ്, മലയാളത്തിലും പ്രയോഗിക്കാറുണ്ട്. അഴകാർന്ന എന്നൊക്കെ ഒരുപാട് പ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട്. മലയാളത്തിനും തമിഴിനും മാത്രമേ ഴാവുള്ളൂ, പക്ഷേ മലയാളികളെ ഉച്ചരിക്കുന്നുള്ളൂ. തമിഴന്മാർ തമിൽ 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 പറഞ്ഞുകൊണ്ടിരിക്കണം. പലരും ചോദിക്കുന്നുണ്ട്, തമിൽ തമിൽ തമിഴിൻ്റെ ഴ എവിടെ? തമിഴിൽ മാത്രമേ ഉള്ളൂ ഴ, അതെന്നാണ് മലയാളത്തിലെടുത്തത്. ആ ഴ പോലും നാവിൽ നുഴയണില്ല. അഴക്
സുന്ദരം, രണ്ട് ഭാഷ. ഒന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ സുന്ദരം, തമിഴിൽ പറഞ്ഞാൽ അഴക്. ജീവൻ ഒരു പേര്, ഈശ്വരൻ ഒരു പേര്. രണ്ടും ഒരേ ആള് തന്നെ. ഒരേ സത്തയെ തമിഴിൽ അഴക് എന്ന് വിളിച്ചു, സംസ്കൃതത്തിൽ സുന്ദരം എന്ന് വിളിച്ചു. ഇവിടെ ചില ഭക്തന്മാർ പറയും ഭഗവാൻ മീനാക്ഷി സുന്ദരേശ്വരന്മാരെ സ്മരിച്ചു എന്ന്. മീനാക്ഷിയാണ് അഴക്. തമിഴിൽ മീനാക്ഷിക്ക് അഴക് എന്ന് വിളിക്കും. ഈശ്വരന് പേര് സുന്ദരേശ്വർ സ്വാമി. സൗന്ദര്യാംബ സുന്ദരേശ്വർ, അതാണ് സൗന്ദര്യാംബ സുന്ദരേശ്വർ. രണ്ടും ഒന്ന് തന്നെ, പേരിൽ മാത്രം ഭാഷയെ വ്യത്യാസമുള്ളൂ, ഒരേ കാര്യം. അതേപോലെയാണ് അഹമും നീയും എന്ന് പറഞ്ഞു. ഞാനെന്നും നീ എന്നും വെറുതെ പറയാണ് ഭഗവാനെ. ഇപ്പം ഞാൻ നിങ്ങളെ നീ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകം തോന്നും. അവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ നോക്കും. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനെന്നുള്ള അനുഭവം വരും. ഞാൻ നിങ്ങളെ നീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു നീയെ പറയണോ എന്ന് തോന്നുമോ? എല്ലാവർക്കും നമ്മളെ നോക്കി ആരെങ്കിലും നീ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നണം എന്താ? ഞാൻ അല്ലേ? അപ്പോൾ ഒരു അർത്ഥമില്ലാത്ത വികല്പച്ചൊല്ലാണ് ഈ നീ എന്ന് പറയുന്നത്. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമില്ല. നീ എന്ന് പറയണു, എന്നിട്ട് നമുക്ക് തോന്നണത് ഞാനെന്ന്. അപ്പം ഞാനെന്നേ പറഞ്ഞാൽ പോരെ, അങ്ങനെ പറഞ്ഞാൽ അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നീ എന്നും ഞാനെന്നും രണ്ട് സ്ഥലത്തും ഞാനേ ഉള്ളൂ. അവൻ എന്നുള്ളത് കാണാനേ പറ്റില്ല. അവൻ നിങ്ങളുടെ നേരെ വരുമ്പോൾ നീയാവും. വ്യാകരണത്തിൽ ഞാനും നീയും അവനും ഉണ്ട്. അനുഭവത്തിൽ ഞാനും നീയുമാണ് ഉള്ളത്. നീയോ നിങ്ങൾ ആ നീൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനെന്ന് പറയും. അപ്പം ഞാനേ ഉള്ളൂ. ഈ ഞാനോ അന്വേഷിച്ച് നോക്കുമ്പോൾ കാണാനില്ല. അതാണ് ബുദ്ധൻ പറഞ്ഞു ശൂന്യം എന്ന് പറഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ ഈ അവനെ കാണാനില്ല. നീയെ അന്വേഷിച്ച ഞാനെ അന്വേഷിച്ച ആളില്ല. അവിടെ എന്തുണ്ട്? അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ പൂർണ്ണമുണ്ട്. അവിടെ ഈ നീയും ഞാനും ഒക്കെ ഉദിച്ച് അടങ്ങുന്നതായ ഒരു ചൈതന്യം, ഒരു ബോധം ഉണ്ട്. അതാണ് അതില് നീയും ഞാനും ഒക്കെ ഒന്നാണ്. இருக்கும் இயற்கையால் ஈஷ ஜீவர்கள் ஒரு பொருளே ஆவரும் தீபர ഉപാധി ഉണർവേ വേറെ ഉന്തീപര. ഉപാധിയാണ് വ്യത്യാസം. ഉള്ളിലുള്ള ഉണർവ്, ചിത്ത്, ചൈതന്യം, അത് ശിവനാവട്ടെ ബ്രഹ്മാവട്ടെ, എന്തു പറയുന്നു? രമണ മഹർഷിയും
ഇതാ നമ്മളിരിക്കണു ഇവിടെ, ഞാൻ ഈ അനുഭവം അല്ലാതെ രമണ മഹർഷിക്ക് ഒരു അനുഭവം ഉണ്ടാവാൻ പറ്റില്ല. ശങ്കരാചാര്യർക്കും ഉണ്ടാവാൻ പറ്റില്ല, ബുദ്ധനും ഉണ്ടാവാൻ പറ്റില്ല, വസിഷ്ഠനും വിശ്വാമിത്രർക്ക് ആർക്കും ഈ സത്താസാമാന്യമല്ലാതെ വേറെ ഒരു അനുഭവം കൃഷ്ണനോ രാമനോ ആര് വേണമെങ്കിൽ വരട്ടെ, ഈ സത്തയെ അവർക്ക് കുറച്ച് അധികം സത്തയും നമുക്ക് കുറച്ച് അല്പം സത്തയും ഒന്നും സാധ്യമല്ല. പിന്നെ വ്യത്യാസം എവിടെയാ? ഉപാധിയിലാണ്. ഇവിടെ വന്ന് കാണിക്കുന്ന കോലത്തിലാണ്. ആ പ്രാണനും മനസ്സും ശരീരത്തിൻ്റെയും മണ്ഡലത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഒന്നാവാനേ പറ്റില്ല. അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരാൾക്കും വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. മാധ്വൻ അതാണ് പറഞ്ഞത്, എല്ലാവരും വേറെയാണ്. അങ്ങനെ ഒന്നെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മാധ്വൻ. എല്ലാവരും വേറെയാണ്. നിങ്ങളും ഞാനും വേറെയാണ്. ഒരു ജീവൻ മുക്തനും ബന്ധത്തിൽ കിടക്കുന്ന ആളും വേറെയാണ്. ഈശ്വരനും ജീവനും വേറെയാണ്. പാപിയും പുണ്യവാനും വേറെയാണ്. ഇങ്ങനെയൊക്കെ 5 ഭേദങ്ങൾ പലതും പറഞ്ഞു. അദ്വൈതി പറഞ്ഞു നല്ലത്. കാരണം നിങ്ങൾ ഏത് പ്ലെയിനിൽ നിന്ന് പറയണോ ആ പ്ലെയിനിൽ അത് പെർഫെക്റ്റ്ലി ട്രൂ, ഒരു ശണ്ടയില്ല. നിങ്ങൾ അഭേദം പറയണമല്ലോ, അവിടെ വരുമ്പോൾ പറഞ്ഞോളാം. നിങ്ങളിപ്പോൾ എവിടെയാണോ പറയണത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് യു ആർ പെർഫെക്റ്റ്ലി റൈറ്റ്. ഞങ്ങൾക്ക് ശണ്ടേ ഇല്ല, ഒരു യുദ്ധവുമില്ല. സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാ ദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം ന വിരുദ്ധ്യത്തെ. ആ സിദ്ധാന്തം നിശ്ചയിച്ച് വിരോധം, ഞങ്ങൾക്ക് വിരോധമേ ഇല്ല. അവിടെ കറക്റ്റാണ് നിങ്ങൾ പറയണത്, നിങ്ങൾ അവിടെ യുദ്ധത്തിനേ ഇല്ല. പക്ഷെ ഈ സത്തയിൽ വരുമ്പോൾ നചൈകം തദന്യ ദ്വിതീയം കുതസ്യാത്, അവിടെ ഒന്നേ കാണാനില്ല. അപ്പം പിന്നെ രണ്ടെവിടെ? കണക്ക് മാഷിന് ജോലിയേ ഇല്ല. നചൈകം തദന്യ ദ്വിതീയം കുതസ്യാത് നവാ കേവലത്വം നചാകേവലത്വം ന ശൂന്യം നചാശൂന്യം അദ്വൈതകത്വാത് കഥം സർവവേദാന്ത സിദ്ധം ബ്രവീമി. വേദാന്തസിദ്ധമായ സത്യത്തിന് എങ്ങനെ പറയും? അപ്പൊ ശുദ്ധ ചൈതന്യ സ്വഭാവമായിട്ടുള്ള ഈ ആത്മാവില് ഈശ്വരനെന്നും ജീവനെന്നും ശിവനെന്നും ശക്തിയെന്നും ഒക്കെ ഉള്ള ഈ കൽപ്പന അഴക് സുന്ദരം പോലെയാണെന്ന് പറഞ്ഞു. ഇതിൽ വേറെ ഒരു കാര്യം, ഭഗവാന്റെ അച്ഛൻ്റെ പേര് സുന്ദരം ആണ്, അമ്മയുടെ പേര് അഴകമ്മാൾ. അപ്പോൾ അതിനെയും ഓർത്തുകൊണ്ട് അഴക് സുന്ദരം പോൽ. അഴക് സുന്ദരം എന്നുള്ള അഭേദത്തിൽ അഹമും നീയും, ഞാനും നീയും, ഈ ഞാൻ്റെ ഞാനും പോയി, നീയുടെ ഞാനും പോയി. പിന്നെ എന്ത്? അഭിന്നമായിരുപ്പവും അരുണാചല, ഭേദമേ ഇല്ല, ചൈതന്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വെളിയിലൊരു ഭ്രമമില്ല, എന്തെങ്കിലുമൊക്കെ നേടണം, കാണണം, അറിയണം. അരുണാചലേശ്വരനെ ഈശ്വരൻ എന്നുള്ള ഭാവത്തോടുകൂടെ ഭഗവാൻ തിരുവണ്ണാമലയ്ക്ക് വന്നു ചോദിക്കേണ്ട ചോദ്യമാണ്. വന്നു എന്ന് തന്നെ പറയണം. അതാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ പൂർണ്ണ വസ്തുവിലെ ഒരു കൊച്ചുകുട്ടി, ഒരു ഭക്തൻ അവിടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു എഴുതി വെച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ
അച്ഛൻ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്ന് വിചാരം ചെയ്ത് നോക്കിയപ്പോൾ അച്ഛൻ്റെ അച്ഛത്വവും മകൻ്റെ പുത്രത്വവും മറഞ്ഞുപോയി. തൻപദം എനക്ക് തന്തനൻ, തൻ്റെ പദം എനിക്ക് തന്നു എന്നാണ് പറഞ്ഞത്. ആ ചിന്മയമായ പദം എനിക്ക് തന്നു എന്ന് വെച്ചാൽ അവിടെ ഞാനും നീയും ഒന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ അരുണാചലേശ്വരനെ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു ഒക്കെ ചെയ്തു. പിന്നീട് ആ അമ്പലത്തിലേക്ക്, സന്നിധിയിലേക്ക്, ശ്രീകോവിലേക്കൊന്നും രണ്ടാമതൊരു പ്രാവശ്യം ഭഗവാൻ പോയിട്ടില്ല. എന്താ? അഭിന്നമായിരുപ്പോം അരുണാചലം. കാണാൻ എന്ത് കാണും? കാണുന്നവൻ ആര്? കാണാൻ എന്തുണ്ട്? എവിടെ പോയി എന്ത് കാണും? ഈ ജീവൻ മുക്തന് കാണുന്നതിലുള്ള രുചി, കേൾക്കുന്നതിലുള്ള രുചി, ഇതൊക്കെ കൂടെ ഘനീഭൂതമായി ആത്മാവിലുള്ള രുചിയായിട്ട് തീർന്നു. അതായത് എന്തെങ്കിലും കണ്ടിട്ട് ആനന്ദം, കേട്ടിട്ട് ആനന്ദം, മണത്തിട്ട് ആനന്ദം, ഇങ്ങനത്തെ കോണ്ടാക്ട് ബോണ്ട് പ്ലഷറൊക്കെ വീണുപോയി. ഏഹി സംസ്പർശജാ ഭോഗാഹ ദുഃഖയോനയേവതേ. ഈ സംസ്പർശം കൊണ്ടുവരുന്ന സുഖങ്ങളൊക്കെ ദുഃഖം പുറകെ വെച്ചുകൊണ്ടിരിക്കും. ആദ്യന്തവന്തഃ കൗന്തേയ, അതിനൊരാദിയുണ്ട്, ഒരു അന്തമുണ്ട്. അത് സുഖം തരുന്നതോടുകൂടി ദുഃഖവും തരും. നതേഷു രമതേ ബുധഃ, അറിവുള്ളവൻ അതിൽ പെട്ടുപോകുന്നില്ല. അപ്പം അത് ഏത് വസ്തുവാണെങ്കിലും ശരി. ഭഗവാനോട് ഒരു ഭക്തൻ ചോദിച്ചു, ചുമ്മാ ചൊറിഞ്ഞതാ, അരുണാചലേശ്വരൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭഗവാൻ എന്ത് ചോദിക്കും? ഭഗവാൻ പറഞ്ഞു, இந்த വിദ്യയെല്ലാം എങ്കിட்ட വെച്ചിക്കാതേന്ന് ചൊല്ലുവേൻ. ഈ പ്രത്യക്ഷപ്പെടുന്ന ജോലിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, കളിയൊന്നും. നീ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോകും, പിന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉദിക്കലും അസ്തമിക്കലും ഒന്നും ഇല്ലാത്ത ചൈതന്യമാണ് നീ. അത് നീ എൻ്റെ സ്വരൂപമാണ്. ഗോപസ്ത്രീകളും പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ആ വിരഹം വരുമ്പോൾ പറയുന്നുണ്ട്, ഇതാണ് ഈ അറിവുള്ളവർ പറയണത്, പുറത്ത് ഉള്ള ഒന്നിലും ഒട്ടരുതെന്ന്. കുറുവന്തി ത്വയിരതിം കുശലാഹ സ്വ ആത്മനി. ആത്മാവിലാണ് അറിവുള്ളവൻ രമിക്കണത്, വെളിയിലൊന്നുമല്ല. വെളിയിലുള്ളതിൽ രമിച്ചു കഴിഞ്ഞാൽ ദുഃഖമാവും. അത് അവർക്ക് അറിയണത് കൊണ്ടാണ് അവർ കൃഷ്ണൻ്റെ പുറകെ ദ്വാരകയ്ക്കും മധുരയ്ക്കൊന്നും പോയില്ല. എന്തായാലും ഈ വിരഹം എല്ലാവർക്കും ഒരു സ്റ്റേജിൽ ഉണ്ടാവും. അത് ഭക്തി മാർഗത്തിൽ മാത്രമല്ല, ജ്ഞാനമാർഗത്തിലും ഉണ്ടാവും, യോഗമാർഗത്തിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ജ്ഞാനമാർഗത്തിൽ സ്വരൂപവിസ്മൃതി, വീണ്ടും വീണ്ടും ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കലും മനസ്സിൽ ചിത്തവൃത്തികൾ ഉണ്ടാകലും ഞാനാണ് നീയാണെന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാവും. അത് തന്നെ വിരഹം, ദുഃഖം. അഖണ്ഡ ആ ചൈതന്യത്തിനെ ഭൂമിക കിട്ടാതിരിക്കുക, പിടികിട്ടാതിരിക്കുക. അലബ്ധ ഭൂമികാത്വം എന്ന് പതഞ്ജലി പറയും. അത് ജ്ഞാനിക്കും സമാനമാണ്. യോഗത്തിലും നിശ്ചലമായുള്ള ആ സ്വരൂപസ്ഥിതി, ചിത്തവൃത്തി നിരോധം നഷ്ടപ്പെട്ടു പോയാൽ യോഗി വിഷമിക്കും. ഭക്തിയിൽ പിന്നെ പറയണ്ട, ഭഗവാന്റെ രൂപം മറഞ്ഞുപോയാൽ, ഭഗവത് ഭാവം മറഞ്ഞുപോയാൽ ഭക്തൻ കരയും. ദുസ്സഹ പ്രേഷ്ഠവിരഹ തീവ്രതാപധുതാശുഭാഹ. സഹിക്കവയ്യാത്ത പ്രേഷ്ഠവിരഹം, പ്രിയതമനായ ഭഗവാന്റെ വിരഹത്തിൽ കരയും. ഇതിനൊക്കെ പരിഹാരം എന്താ? ആ ഭഗവാനോ
തൻ്റെ സ്വരൂപമാണ് എന്ന് അറിയണം. ഭാഗവതത്തിൽ കൃഷ്ണൻ അതിനാണ് ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയക്കണത്, ഗോപികകളുടെ അടുത്ത് ഇത് പറയാനായിട്ട്. അവിടെ പറയണമുണ്ട്, കൃഷ്ണനെ ആത്മാവെന്ന് അറിഞ്ഞ് അവർ ശോകത്തിൽ നിന്ന് വിമുക്തരായിട്ട് തീർന്നു എന്ന് തന്നെ ശ്ലോകമുണ്ട്. താസ്തത എന്താണത് ശ്ലോകം? ഉദ്ധവം പൂജയാം ചക്രുഹു ജ്ഞാത്വാത്മാനം അധോക്ഷജം. ഭഗവാനെ ആത്മാവാണെന്ന് അറിഞ്ഞ് അതിന് കാരണമായിരുന്ന ഉദ്ധവനെ പൂജിച്ചു. ഭാവുകത്വമൊക്കെ വേറെ, പക്ഷേ എത്ര കാലം ശോകം ദുഃഖത്തിൽ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വിരഹം വളരെ മനോഹരമാണെന്നൊക്കെ മിസ്റ്റിക്കലി പറയും നമ്മൾ. പക്ഷേ വിരഹം അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണല്ലോ. എത്ര കാലം അജ്ഞാനത്തിനെ രസിക്കാൻ പറ്റും? കവിത എഴുതുന്നവരെ കാര്യം വിട്ടേക്കും, കവിത എന്തെങ്കിലുമൊക്കെ എഴുതും. പക്ഷെ അജ്ഞാനം, വിരഹം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മറന്നിരിക്കുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരീരത്തിനെ ഓർക്കുക, മനസ്സിനെ ഓർക്കുക, ഞാൻ നീ എന്നുള്ള തോന്നലുകളൊക്കെ വരിക, രാഗദ്വേഷങ്ങളൊക്കെ വരിക. ആ സ്റ്റേറ്റ് ഇല്ല എന്നർത്ഥം. അത് നല്ല സ്ഥിതിയാണോ? അപ്പം കരയണോ? അപ്പം നല്ലതാവുമോ? പക്ഷേ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഇയാൾ രമിക്കണില്ല എന്നുള്ളത് കൊണ്ട് നല്ലത്. എനിക്ക് ഈ അവസ്ഥയല്ല, ആ അഖണ്ഡസ്ഥിതി വേണമെന്ന് ആശിച്ചുകൊണ്ട് വ്യാകുലനാവണു എന്നുള്ളത് കൊണ്ട് നല്ലത്. പക്ഷേ അതിനെ വ്യാകുലമായിക്കൊണ്ടേ ഇരിക്കണം എന്നല്ല. അതേപോലെ യോഗത്തിലും ചിത്തവൃത്തി നിരോധം ചെയ്തു സ്വരൂപേ അവസ്ഥാനം ജ്ഞാനം തന്നെയാണ്. നിശ്ചലമായിട്ട് ഇരിക്കുമ്പോൾ ആത്മസ്വരൂപ പ്രകാശമുണ്ട്. ചിത്തവൃത്തികൾ വരുമ്പോൾ അത് മറഞ്ഞുപോയി, അപ്പോൾ വേദനിക്കും. ഭക്തിയിൽ നാരദൻ പറഞ്ഞു, മീനിനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ പെടയുന്ന പോലെ പെടയും. അപ്പോൾ എന്താ അർത്ഥം? മീന് കടലിൽ കിടക്കണ പോലെ അഖണ്ഡത്തിൽ കിടക്കാണ്. ഹരിഹി ജഷാണാമിവ തോയമീപ്സിതം. ഭാഗവതം പറയണത് ജഷാണാം, മത്സ്യാനാം, മീനുകൾക്ക് തോയം, ജലം പോലെയാണ് ഹരി എന്നാണ് ഭക്തൻ. അതിൽ നിന്നെടുത്ത് വെളിയിലിട്ടാലോ സഹിക്കവയ്യ. തദ്വിസ്മരണേ പരമവ്യാകുലത. അത് മറന്നു കളയുമ്പോൾ പരമവ്യാകുലത, പെടച്ചലാണ്, ദുഃഖം. അതേപോലെയാണ് യോഗത്തിലും ശാന്തമായിട്ട് നിശ്ചലമായി ചിത്തവൃത്തിരഹിതമായിട്ടിരിക്കുമ്പോൾ പൂർണ്ണം. അതിൽ വിക്ഷേപം വരുമ്പോൾ സഹിക്കുകയ്യ. അപ്പോൾ യോഗത്തിലും വിരഹമാണ്. ജ്ഞാനത്തിൽ അഖണ്ഡമായ പൂർണ്ണത്തിൽ നിന്നും പിരിഞ്ഞ് ഞാൻ എന്നൊരു വൃത്തി ഉദിക്കുക, അഹങ്കാര ഉദയം ചെയ്യുക, ജീവഭാവം ഉദയം ചെയ്യുക. ഇത് ജ്ഞാനിക്ക് വികൽപ്പം, നിർവികൽപ്പത്തിൽ ഒരു വികൽപ്പമാണ്. അത് സഹിക്കാൻ പറ്റില്ല. അവിടെയും ഇപ്പോൾ വിരഹമുണ്ട്. അതില്ലാതെ അഭിന്നമായിരുപ്പോം എന്ന് വെച്ചാൽ ഈ അവിദ്യയുടെ മുദ്രയായിട്ടുള്ള അഭിമാനവൃത്തി ഉദയം ചെയ്യാതിരുന്നാൽ ഞാൻ, ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ഈ ഭേദമൊക്കെ പോയി.
അഭിന്നം തന്നെയാണ്. ഭിന്നമില്ലാത്ത അഖണ്ഡബോധസ്ഥിതി, അഖണ്ഡമായ സ്ഥിതി, ഖണ്ഡിക്കണില്ല. യു ആർ നോട്ട് kept apart. പറിച്ചെടുക്കണില്ല പൂർണ്ണത്തിൽ നിന്നും, അല്പമായിട്ട് നിൽക്കണില്ല, ജീവനായിട്ട് നിൽക്കണില്ല. ഇതാണ് അഴക് സുന്ദരം പോൽ അഹമും നീയും ഉറ്റ ഭിന്നമായിരിപ്പോം അരുണാചലം. മുറ്റും അഭിന്നമായിരിക്കും എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട്, ഫുള്ളായിട്ട്, പൂർണ്ണമായിട്ട്. അന്യഭാവത്തിന് അവനവമാകും അനന്യഭാവമേ ഉന്തീപര അനൈത്തിലും ഉത്തമം ഉന്തീപര. അവൻ വേറെ ഞാൻ വേറെ എന്നുള്ളതിനേക്കാളും അനന്യഭാവം, അനന്യമായി അഖണ്ഡമായി. ഇതൊക്കെ യോഗസാധന, ഭക്തി സാധനയിലൊക്കെ ആരംഭത്തിൽ നമുക്കിത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഭക്തന്മാർ തന്നെ പറയുക ഇത് ശരിയാവില്ല, ഞാനും ഭഗവാനും. പക്ഷെ കുറേ കഴിഞ്ഞ് വിഷമിച്ച് കഴിഞ്ഞിട്ടാണ് ഇവന് അറിയുക ഇനി കുമിളയായിട്ടിരിക്കണ്ട, കടലായിട്ടിരുന്നാൽ മതി. കുമിളയും വെള്ളമാണ്, കടലും വെള്ളമാണ്. വെള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുമിളയായിട്ടിരിക്കുമ്പോൾ തന്നെ കടലിൻ്റെ അഭേദഭാവം ഉണ്ടാവാം. അനിയഭാവത്തിൻ അവനവമാകും അനന്യഭാവമേ മുന്തീപര. അനന്യഭാവം, പുതിയതായിട്ട് ഞാൻ, നീ, അവൻ, അത് ഇത് ഒക്കെ പോയി അനന്യമായ അഖണ്ഡ സച്ചിദാനന്ദമായിട്ടിരിക്കുന്ന സ്ഥിതി, എല്ലാറ്റിലും ഉത്തമമായ സ്ഥിതി. അതാണ് ഭഗവാൻ രമണ മഹർഷിയിൽ പ്രകാശിച്ച് കണ്ടത്. അതാണ് അദ്വൈതം, അതാണ് ശുഖബ്രഹ്മ മഹർഷിയുടെ അവസ്ഥ, അതാണ് സർവഭൂത ഹൃദയം. അത് ഭക്തിക്കൊന്നും വിരോധമല്ല. അതുകൊണ്ടാണ് സർവഭക്തന്മാരെയും അദ്ദേഹം പറഞ്ഞത്. ഏത് പിന്നെ എന്ത് വേണമെങ്കിൽ ആവാം. താൻ സ്വർണമായി കഴിഞ്ഞാൽ വളയാവാം, മാലയാവാം, മോതിരമാവാം, കിരീടമാവാം. സ്വർണത്തിൻ്റെ സ്വർണത്വം ഒന്നും ഇളകിപ്പോയില്ല. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞവന് ഇതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. ഇരുക്കും ഇയർക്കയാൽ ഈശജീവர்கள். ആ ഇരുപ്പ്, അതാണ് എസൻസ്, മുദ്ര, സത്യം. അപ്പോൾ ഈ ആദ്യത്തെ പാട്ടിൽ അരുണാചലം എന്നുള്ള സ്മരണയെ പറഞ്ഞു. അപ്പം തന്നെ ഈ ജീവഭാവം പോയി. ജീവഭാവം പോയി കഴിയുമ്പോൾ അരുണാചലമെന്നും ഞാനെന്നും, ഭഗവാൻ രമണ മഹർഷിയെന്നും ഞാനെന്നും, ഈശ്വരനെന്നും ഞാനെന്നും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെന്നും ഞാനെന്നും എല്ലാം ഉള്ളിൽ അസ്തമിച്ചു. ഏകമായ അദ്വയമായ ഒരു സത്യം അതുമാത്രം പ്രകാശിക്കും. ഇതാണ് അഭിന്നമായിരുപ്പും അരുണാചല എന്ന് പറഞ്ഞു. ഇപ്പോൾ അകാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ആ ആ ആണ് 3 പാട്ട്. പ്രണവത്തിലും അകാരാണല്ലോ ആദ്യം. അതേപോലെ അക്ഷരമണമാല ആരംഭിക്കുമ്പോഴും അകാരമാണ്. തിരുക്കുറൽ വള്ളുവർ ആരംഭിക്കുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ് അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതற்றേ ഉലക്. അഹര മുതല എഴുത്തെല്ലാം അകരത്തിലാണ് ആരംഭിക്കുന്നത്, ആ എന്നുള്ള അക്ഷരത്തിൽ.
അല്ലേ, അത് നമ്മൾ പറയുമ്പോൾ ശിവൻ ഉടുക്കുകൊട്ടി അതിൽ നിന്ന് വന്നു എന്നാണ് പറയണത്. നനാദടക്കാം നവപഞ്ചവാരം, 14 പ്രാവശ്യം ഉടുക്കുകൊട്ടിയത്രേ. അതിൽ നിന്നാണ് ഐ ഉണിറിളുക്കേ ഓം ഇങ്ങനെ വന്നത് ശബ്ദം, ആ എന്ന് ആരംഭിച്ചു. അപ്പോൾ അതാണ് എല്ലാ ഭാഷയ്ക്കും മൂലമായ ഒരു സ്ഫോടം. ശബ്ദത്തിൻ്റെ ഒരു മൂലരൂപം അത് ഏകമാണ്. അതിനെ ആദ്യത്തെ 2 പാട്ടിൽ പറഞ്ഞു. ഭാഷ കൊണ്ട് സംസാരിക്കുമ്പോൾ വരുന്ന ഈ ഭേദങ്ങളൊക്കെ വെറുതെയാണ്. ഉള്ളത് ഒരു ചൈതന്യം മാത്രമാണ്, ഇരുപ്പ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആ ഇരുപ്പ് തന്നെയാണ് അരുണാചലം, ആ ഇരുപ്പ് തന്നെയാണ് സമാധി, അസ്തിത്വം എന്ത് വേണമെങ്കിൽ പറഞ്ഞു. തമിഴിൽ ഇരുപ്പ് എന്ന് പറഞ്ഞു ഭഗവാനത്തിന്. ഇരുന്ന് ഒളിർ, എക്സിസ്റ്റിംഗ് ഇഫൾജൻസ്, എക്സിസ്റ്റൻസ് ഇഫൾജൻസ്, ഉണ്ട് പ്രകാശിക്കും. അസ്ഥി ഭാതി. ഇനിയിപ്പോൾ അതങ്ങോട്ട് വെച്ചിട്ട് അക്ഷരപണമാലയിൽ അടുത്ത പാട്ടിലേക്ക് പ്രവേശിക്കാം. അഹം പുകുന്തിയെത്തും അഹഗുഹൈശിരയായ് അമർവിത്തതെൻകൊൾ അരുണാചല. എൻകൊൾ അരുണാചല, എന്തൊരാശ്ചര്യം. എവിടെയോ മധുരയിൽ സ്കൂള് പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കുട്ടിയെ പോയി വലിച്ചു കൊണ്ടുവന്ന് തിരുവണ്ണാമലയിൽ കൊണ്ടുവന്ന് വസ്ത്രം ഊരിയെടുത്തിട്ട് അലയാൻ വിട്ടു. ഭഗവാന്റെ രമണ മഹർഷിയുടെ അച്ഛൻ സുന്ദരമയ്യർ അദ്ദേഹം ഒരു വക്കീലായിരുന്നു. പ്ലീഡർ എന്ന് പറയും. ശരിക്ക് ഉള്ള ഇതിലുള്ള വക്കീലല്ല അവർ. എന്നാൽ അവരുടെ അടുത്ത് കേസൊക്കെ വരും. അവർക്ക് എന്തോ ഒരു അധികാരമുണ്ട്, ഡിഗ്രി ഡിപ്ലോമ പോലെ എന്തോ. അപ്പോൾ ഒരുപാട് കേസ് ഫയലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. ഒരു മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ പഴയ കാലത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടം എന്താ, ഈ കടലാസ് എടുത്ത് തോണി ഉണ്ടാക്കി ആ വെള്ളത്തിൽ വിടുക. അപ്പോൾ ഈ വെങ്കട്ടരാമൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ഫയലൊക്കെ എടുത്ത് തോണി ഉണ്ടാക്കി ആ മഴ വെള്ളത്തിൽ ഇങ്ങനെ വിട്ടു. വേലി തർക്കം, വീട്ടു തർക്കം, ഭാര്യ ഭർത്താക്കന്മാർ, സമ്പത്ത് തർക്കമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ വേസ്റ്റായി കുറേ കാലമായിട്ട് ഈ ഫയലൊക്കെ ഇങ്ങനെ കിടക്കണു. അത് പോയി, കപ്പലായി പോയി. അച്ഛൻ വന്ന് നോക്കുമ്പോൾ ഇത് കണ്ടു. അദ്ദേഹം നല്ല ഡിസിപ്ലിനേറിയൻ. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എവിടെ ആ ചെക്കൻ, വിളിക്കൂ. അവൻ്റെ വസ്ത്രമൊക്കെ ഊരിയെടുത്ത് വീട്ടിൽ നിന്ന് വരട്ടി വിടുന്നു, ഓടിച്ചു വിടും. പറഞ്ഞത് ഇതാണ്, വസ്ത്രമൊക്കെ അഴിച്ചെടുത്ത് കോണകം മാത്രം എടുത്ത് വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുന്നു. ഓരോ വാക്കുകളൊക്കെ പറയുമ്പോൾ ജാഗ്രതയായിട്ടിരിക്കണം. ചിലതൊക്കെ അങ്ങനെ പറഞ്ഞു. അതേപോലെ ആ ജീവിതത്തിൽ സംഭവിച്ചു. അച്ഛൻ്റെ വാക്ക് സത്യമാക്കി ചെയ്തു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്,
സുന്ദരം തവർക്ക് സുന്ദരം സതിക്ക് ഉത്പന്നനം. സുന്ദരത്തിൻ്റെ തപസ്സിനും സുന്ദരത്തിൻ്റെ സതിക്ക്, പത്നിക്ക്, പതിവ്രതയായ പത്നിക്ക് അവരുടെ തപസ്സിനും ഉദ്ഭവിച്ചു എന്നാണ്. സുന്ദരം സതിക്ക് സുന്ദരം തവർക്കുത്പന്നനം. ഭഗവാൻ തന്നെ എഴുതിയ പാട്ടാണ്. എങ്ങനെ തുടങ്ങുന്നത്? അഭുവിക്കുൾ പൊങ്കിടും പുവിച്ചൊർപ്പുങ്കവൻ, പുരിക്കുൾ പുണ്യൻ ചുഴിക്കുൾ സുന്ദരം. വളരെ വിഷമുള്ള പാട്ടാണ്. ആ പാട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ തപോബലം ആ വാക്കിലുണ്ടായിരുന്നുണ്ടാവും. അതേപോലെ സംഭവിച്ചു. അപ്പോൾ എവിടെയോ സാധാരണമായിട്ട് ജീവിച്ചിരുന്ന ഒരാളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു, വീട്ടിൽ കയറി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അഹം പുകുന്ത് ഈർത്ത്, ഇതാണ് തടുത്ത് ആட்കൊള്ളൽ ഇല്ലേ? സുരേശ്വരാചാര്യർ, മണ്ഡനമിശ്രൻ, ഉഭയഭാരതി, അവര് സ്വസ്ഥമായി കുടുംബം നടത്തിക്കൊണ്ടിരുന്നവരാണ്. ഇതാണ് പറയണത്, ഈ സ്വാമിയാരുമാരെയൊന്നും വീട്ടിലേക്ക് വിളിക്കരുത്. അവർ അഭ്യാഗത സ്വയം വിഷ്ണു എന്ന് പറഞ്ഞ് കാലൊക്കെ കഴുകി വീട്ടിൽ വിളിച്ചു. അപ്പം എന്തായി? ആ ഗൃഹസ്ഥൻ അദ്ദേഹത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. പക്ഷെ ആ അമ്മയും പോയി, വെച്ചോട് കൂടെ അവരും പോയി. അവരും വലിയ ജ്ഞാനി ആയിരുന്നല്ലോ. അപ്പോൾ സുരേശ്വരാചാര്യരായിട്ട് തീർന്നു. അപ്പോൾ അഹം പുകുന്ത് ഈർത്ത്, ശങ്കരാചാര്യരുടെ കഥ പറയുമ്പോൾ പറയും, പത്മപാദൻ ശങ്കരനെ തെരഞ്ഞു വന്നു, ഹസ്താമലകൻ സ്വയം വിരിഞ്ഞു, തോടകാചാര്യർ ശങ്കരനെ വഴിയിൽ കണ്ടുപിടിച്ചു, സുരേശ്വരനെ ശങ്കരൻ തെരഞ്ഞു വന്ന് പിടിച്ചു. അതുകൊണ്ടാണ് സുരേശ്വരാചാര്യർക്ക് വലിയ ഒരു വൈഭവം. എല്ലാ മഠത്തിലുള്ളവർ പറയും ഞങ്ങളുടെ ആചാര്യ സുരേശ്വരനാണെന്ന് പറയും. അത് കാഞ്ചി ആണെങ്കിലും ശരി, ശൃംഗേരി ആണെങ്കിലും ശരി, പുരി ആണെങ്കിലും ഇവരൊക്കെ പറയണത് ഞങ്ങളുടെ മൂലാചാര്യൻ സുരേശ്വരൻ. സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ അകംപുകുന്തീർത്ത്, ഈശ്വരൻ ഹൃദയത്തിൽ പ്രവേശിച്ച് ഈ ജീവനെ ആകർഷിക്കുകയാണ്. ഈശ്വരനോടുള്ള ആകർഷണം, അധ്യാത്മവിദ്യയോടുള്ള ആകർഷണം, അത് ഭഗവാന്റെ ശക്തിയുടെ പ്രകടനമാണ്. ഹ്ലാദിനീ ശക്തി അല്ലെങ്കിൽ ചിത് ശക്തി എന്നൊക്കെ പറയുന്ന ആ ശക്തിയുടെ പ്രകാശമാണ്. അതിനെ തള്ളിക്കളയരുത്. ഭഗവാൻ പലരോടും ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഏതൊന്ന് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു ആ ശക്തിയിൽ വിശ്വസിക്കുക. സറണ്ടർ ടു ഇറ്റ്. ഇറ്റ് വിൽ ടേക്ക് യു ടു ദ ഫ്രൂയിഷൻ, കംപ്ലീഷൻ. അഹം പുകുന്ത്, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച്, ഈർത്ത്, ആകർഷിച്ച് എന്ന് വെച്ചാൽ അധ്യാത്മമായ ഒരു ഉത്കടമായ ആകർഷണമുണ്ടാക്കിയിട്ട് ഉൻ അഹഗുഹൈ. ഭഗവാന്റെ കഥ എടുത്താൽ മധുരയിൽ നിന്നും തിരുവണ്ണാമലയ്ക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട്
വിരൂപാക്ഷ ഗുഹൈ, മാമരത്ത് ഗുഹൈ, വണ്ണാത്തി ഗുഹൈ, ഏതൊക്കെയോ ഗുഹയിൽ കരടി പുലി പോലെ ഇരുത്തി. അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി ഇരുത്തി. ഗുഹയിലൊക്കെ വസിപ്പിച്ചു അരുണാചലേശ്വർ. അഹഗുഹൈ ശിരയായി, അവിടെ ജയിലിൽ ഇട്ട പോലെ ഇരുത്തിയെന്നാണ്. ജയിലിലിട്ട പോലെ എന്നുവെച്ചാൽ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത വിധത്തിൽ ഹൃദയഗുഹയിൽ ഇരുത്തി എന്നുവെച്ചാൽ നിഷ്ഠയുണ്ടാക്കി തീർത്തു എന്നർത്ഥം. ഉള്ളിൽ പ്രവേശിച്ച് ആ ചിത് ശക്തി ഹൃദയത്തിൽ പ്രവേശിച്ച് അചലമായിട്ട് നിന്നു. അമർവിത്തതെൻകൊൾ അരുണാചലം, ഉള്ളിൽ പിടിച്ചിരുത്തി എന്നെ അചലമായി ഇരുത്തിയ ആ മഹിമയെ ഞാൻ എങ്ങനെ പറയും? ഇത് ഔട്ട്വേർഡ്ലി ഓൾസോ ട്രൂ, ഇൻവേർഡ്ലി ഓൾസോ, ആന്തരികമായും ബാഹ്യമായും. അന്തസ്ത്യാഗോ ബഹിസ്ത്യാഗ വിരക്തസ്യൈവ യുജ്യത്തെ ത്യജത്യന്തർബഹിസ്സംഗം വിരക്തസ്തു മുമുക്ഷയാ. ബഹിസ്തു വിഷയൈഃ സംഗം അന്തസ്തു അഹമാദിഭിഃ വിരക്തയേവ ശക്നോതി ത്യക്തും ബ്രഹ്മണി നിഷ്ഠിതഃ. വിവേക ചൂടാമണി. ഉള്ളിലും ത്യാഗം പുറമേക്കും ത്യാഗം വിരക്തന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. വെളിയിൽ വിഷയങ്ങളോടുള്ള സംഘം, ഉള്ളിൽ ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനം, ചിത്തവൃത്തികളോടുള്ള സംഘം. ഇതൊക്കെ സാധിച്ച് ഹൃദയഗുഹയിൽ പിടിച്ചിരുത്തി. അഹഗുഹൈ ശിരൈ, ശിരൈ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇംപ്രസൻഡ് എന്ന് വെച്ചാൽ മനസ്സ് ഹൃദയഗുഹയിൽ പ്രവേശിച്ച് അവിടെ തന്നെ ഇരുന്നു. വീടിന് ചാടി പുറത്തേക്ക് വന്നില്ല. സാധാരണ അവിടെ പോയി ഇത്തിരി ഒരു ഗ്ലിംസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ പുറത്തു വരും. നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മളെ പിടിച്ച് പുറത്തേക്ക് തള്ളും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ പോലെ ധ്യാനത്തിൽ നിന്നും സമാധിയിൽ നിന്നൊക്കെ വിക്ഷിപ്തമാവും ചിത്തം. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട്. പ്രാരബ്ധം ബലവത്തരം ച വിദുഷാം ഭോഗേന തസ്യ ക്ഷയഃ. ഈ ഒരു ഗ്ലിംസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രാരബ്ധത്തിന് ഫോഴ്സ് കൂടും എന്നാണ്. ആ പ്രാരബ്ധമൊക്കെ തന്നെ ഇയാൾ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കുറേ കഴിഞ്ഞ് അതൊക്കെ അങ്ങോട്ട് ആ അവശേഷിക്കുന്ന ചിത്തവൃത്തികളൊക്കെ ഒടുങ്ങിക്കഴിയുമ്പോൾ അഹഗുഹയിൽ ഇരിക്കും, ഹൃദയഗുഹയിൽ ഇരിക്കും. ഹൃദയഗുഹ വിട്ട് പുറമേക്കൊന്നും ചലിക്കാതെ വാസ്തവമായ വിശ്രാന്തി ആസാദ്യ തുരീയതൽപ്പേ, തുരീയത്തിൽ ശരിക്കും വിശ്രമിക്കും. റെസ്റ്റ്ഫുൾനെസ് വരും. അധ്യാത്മജീവിതം സാഫല്യം കാണുന്നത് അവിടെയാണ്. പ്രതിബന്ധങ്ങളുള്ളവരെ നല്ലവണ്ണം ഈ സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും വിശ്രാന്തി ഉണ്ടാവില്ല. ഈ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. പ്രതിബന്ധങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് ആന്തരികമായ പ്രതിബന്ധങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, പഴയ ചില ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. ശരീരത്തിൻ്റെ പ്രതിബന്ധങ്ങൾ, ശരീരത്തിന് വയ്യായ്മ, രോഗം, അതൊരു ദോഷം. അതേപോലെ മാനസികമായ ദോഷം, ബുദ്ധിക്ക് മൗഢ്യം, ഇതൊക്കെ ആന്തരികമായ പ്രതിബന്ധം. ബാഹ്യമായ പ്രതിബന്ധം നമ്മളുടേതല്ലാത്ത പ്രതിബന്ധം, പുറമേ നിന്ന് മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതുമൊക്കെ തന്നെ ഇയാളുടെ പ്രാരബ്ധമാണ്. അപ്പം ഇതൊക്കെ കാരണം എന്താ? അറിഞ്ഞിട്ടും ഇയാൾ സ്വസ്ഥമാവില്ല പൂർണ്ണമായിട്ട്.
അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും അപ്പപ്പോൾ ഒരു സ്വസ്ഥത വരും. ഉള്ളിൽ അറിവ് കൊണ്ടുള്ള ഒരു തൃപ്തി വരും. അതൊരു വലിയ കാര്യമാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു തൃപ്തി വരും. ഇപ്പം ജനകനെയൊക്കെ ശരിക്കും പറഞ്ഞ ആ കാറ്റഗറിയിലാണ് ഇടേണ്ടത്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള തൃപ്തി ഉണ്ട്. പക്ഷേ പലതും ചെയ്യേണ്ടി വരും. പല കാര്യങ്ങൾ, ലൗകിക വ്യവഹാരങ്ങൾ പലതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലത് ശരിയാവും, ചിലത് തെറ്റാവും, ചിലത് ബുദ്ധിമുട്ടാവും. പല വിധത്തിലുള്ള വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ പ്രതിബന്ധമാണ്. അപ്പോൾ പൂർണ്ണമായ വിശ്രാന്തിയില്ല. അതൊക്കെ പതുക്കെ പതുക്കെ വീഴും. എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയ ഗുഹയിൽ കയറി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പുതിയതൊന്നും ഉണ്ടാവില്ല. ആ ഉള്ളതൊന്നൊന്നായിട്ട് വീണ് 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 പോകും തോറും വിശ്രാന്തി ഉള്ളിൽ, അപരിമിതമായ വിശ്രാന്തി ഉള്ളിലുണ്ടാവും. അതാണ് ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. എല്ലാ പ്രതിബന്ധങ്ങളും വിട്ട് ആത്മാനുഭൂതി നല്ല നിറഞ്ഞ് ശരിയായ റെസ്റ്റ് എന്ന് പറയാം. കംപ്ലീറ്റ് റെസ്റ്റ്ഫുൾനെസ്. അവിടെയാണ് ജ്ഞാനിക്ക് അറിവിൻ്റെ രസം. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രതിബന്ധമൊന്നുമില്ല. തത്വവിത്തിനും ജീവൻ മുക്തനും ഒരു വ്യത്യാസം പറയണു വിദ്യാരണ്യസ്വാമി. ആ ഒരു വാദത്തിനെ അംഗീകരിക്കുമ്പോൾ തത്വജ്ഞാനിക്ക് പൂർണ്ണമായ വിശ്രാന്തി, ആ രസം ഉണ്ടായില്ല. അറിഞ്ഞു, നല്ല തെളിവുണ്ട്, സംശയമൊന്നുമില്ല. വ്യവഹാരങ്ങൾ പലത് ചെയ്തതുകൊണ്ട് അയാൾക്കൊരു ദോഷവുമില്ല. അയാൾ ലോകവ്യവഹാരത്തിൽ കളിക്കും ഒക്കെ ചെയ്യും, ഒരു കുഴപ്പമില്ല. ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ അവസാനിച്ചു. ഇപ്പോൾ അപരിമിതമായ രസമാണ്, ആനന്ദമാണ്, ശാന്തിയാണ്, നിർവിശേഷമായ സൗഖ്യമാണ്. തനിക്ക് കൊടുക്കേണ്ട കടമൊക്കെ കൊടുത്ത് തീർത്തു കഴിഞ്ഞു. ചിലരൊക്കെ ഉണ്ടല്ലോ, കുറേ കട ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കൊടുത്ത് തീർത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞു. അപ്പാ ഇനി ഒന്നുമില്ല, എല്ലാം കൊടുത്ത് അഫ്രീ ആയി എന്ന് പറയണ പോലെ ആ ഒരു സ്വസ്ഥത, അതാണ് ഭഗവാൻ ഇവിടെ ശിരയിട്ട് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇനി പുറത്തേക്ക് പൊക്കയില്ലാന്ന്. ഇനി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോലെ ഒന്നുമില്ല. അഹഗുഹ, ഈ ഹൃദയ ഗുഹയിൽ നല്ല സ്വസ്ഥമായിട്ട് തീർന്നു. ഇത്രയും നേരം ശരീരമാവുന്ന ഗുഹയിൽ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഹൃദയമാവുന്ന ഗുഹയിൽ സ്വസ്ഥമായിട്ട് പിടിച്ചിരുത്തി. ഹോൾ മൂവ്മെൻറ്റ് ഈസ് ഫ്രം ദ ബോഡി ടു ദ സെൽഫ്. ഏതമന്നമയമാത്മാനമുപസംക്രമ്യ ഏതം പ്രാണമയമാത്മാനമുപസംക്രമ്യ ഏതം മനോമയമാത്മാനമുപസംക്രമ്യ ഏതം വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ ഏതമാനന്ദമയമാത്മാനമുപസംക്രമ്യ ഇമാൻ ലോകാൻ കാമാൻ നീകാമരൂപ്യനുസഞ്ചരൻ ഏതത് സാമകായന്നാസ്തേ ഹാ ഊഹാ ഊഹാ ഊ. അഹമന്നമഹമന്നമഹമന്നം അഹമന്നാദോ ഹമന്നാദോ ഹമന്നാദഃ അഹഗ്ശ്ലോകകൃത് 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 അഹമസ്മി പ്രഥമജാരുതാസ്യ പൂർവം ദേവേഭ്യോ അമൃതസ്യ നാഭി അമൃതസ്യ നാഭി. അമൃതത്വത്തിൻ്റെ നാഭിയിലേക്ക്, സെൻറ്ററിലേക്ക് പോയി എന്നാണ്.
ഞാൻ അന്നമാണ്, ഞാൻ അന്നം ഭക്ഷിക്കുന്നവന് ഞാനാണ്. അഹമന്നം അഹമന്നാഥ. ഈ സത്യത്തിനെ അറിഞ്ഞ് ഞാനിതാ ഒരു ശ്ലോകം ഉണ്ടാക്കിയിരിക്കണമെന്നാണ് ഋഷി പറയുന്നത്. ശ്ലോകം എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദർശനവാക്ക്, അല്ലാതെ പോയിട്രി അല്ല. ദർശിച്ചതിനിതാ വിളിച്ച് ഞാൻ പറയണു. എവിടെയെങ്കിലും തനിച്ചല്ല. ബുദ്ധൻ ഒരു സ്ഥലത്ത് മജ്ജിമ നികായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത്രയും പവർഫുള്ളായിട്ട് അദ്ദേഹത്തിന് ഇത്ര ആളുകളൊക്കെ വന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഐ എം റോറിങ് നോട്ട് ഇൻ എ കേവ്, റോറിങ് ഇൻ ദ പബ്ലിക്. അതാണ് ഇവിടെ ഋഷിയും പറയണത്. അഹമസ്മി പ്രഥമജ, ഞാനാണ് ആ ആദി വസ്തു, ആ പൂർണ്ണ വസ്തു. ഞാൻ ആ സത്യത്തിനെ ദർശിച്ചിരിക്കുന്നു. ആ സത്യമാണ് ഞാൻ. ഇങ്ങനെ അനന്യഭാവം, അഖണ്ഡത്തിൻ്റെ ഹൃദയത്തിൽ, ആ നാഭി എന്നിവിടെ പറഞ്ഞത് ഹൃദയം തന്നെയാണ്. ഹൃദയത്തിൽ ഞാനിരുന്നു, അമൃതത്വത്തിൻ്റെ നാഭി. ഇതാണ് ഭഗവാൻ ഈ പാട്ടിൽ പറയണത്. ലൗകിക ജീവിതത്തിൽ നിന്നും എന്നെ പരമാർത്ഥ സത്യത്തിലേക്ക്, ബഹിർമുഖമായ തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ, അസതഹാമ സദ്ഗമയ. അസത്തിൽ നിന്നും സത്തിലേക്ക്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് ഉള്ള ആ ഒരു പ്രയാണമാണ് അഹം പുകുന്തീർത്തും അഹഗുഹൈ ശിരയായി അമർവിത്തതെൻകുൾ അരുണാചല. തുടർന്ന് നാളെ കാണും. രാവിലെ കഠോപനിഷത്ത്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല 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 അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജ.